Hello students, yes, our completed third chapter. Today we are going to fourth chapter. Chapter name Wonder World of the Birds. Wonder World of the Birds. Do you like a birds? Yes, all are like a birds, no? Yes, you are observing in a birds. Yes. So many birds are different types of the colors and different types of the size and different types of the sounds are there. പക്ഷികൾ പറയുമ്പോൾ എന്താണ് ഡിഫറെൻറ്റ് ടൈപ്പിൻ്റെ എന്ത് സൗണ്ട് ഉണ്ട്, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പിൻ്റെ കളേഴ്സ് ഉണ്ട്, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പിൻ്റെ ഷേപ്പ് ഉണ്ട്. ഓക്കെ, you observing in your home surrounding so many birds, no? Tell me name. നിങ്ങളുടെ ചുറ്റുപാട് എന്താണ്? നിങ്ങളുടെ ചുറ്റുപാട് കുറേ ബേർഡ്സുകളിനെ കണ്ടിട്ടുണ്ടാവല്ല, ഏതെല്ലാം? ടെൽ മി നെയിം. യെസ്, ക്രോ, പിജീൻസ്, കോക്ക്, hen, then penguin. So many birds are in our home surroundings are there, no? Yes, crow, these all are in home. ഞങ്ങളുടെ ചുറ്റുപാടിൽ കാണുന്ന ബേർഡ്സുകളാണ്. ഓക്കെ ഓക്കെ, യു ഓൾ ആർ ഒബ്സർവിങ് ദ ബേർഡ്സ്, നോ? നിങ്ങൾ ബേർഡ്സിനെ കണ്ടിട്ടുണ്ടാവും. നൗ വാട്ട് ആർ ദ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ബേർഡ്സ്? എന്താണ് ബേർഡ്സിൻ്റെ സ്വഭാവങ്ങൾ? അതെ, എന്താണ്? ഫസ്റ്റ്, ഹാവ് എ ഫെദേഴ്സ് ഓൺ ദി ബോഡി. ബേർഡ്സ് പറയുമ്പോൾ എന്താണ്? അതിന് ബോഡിയിൽ ഫുള്ള് ഫെദേഴ്സ് ഉണ്ട്. പിന്നെ സെക്കൻഡ് പോയിന്റ്, ക്യാൻ ഫ്ലൈ. ബേർഡ്സ് പറയുമ്പോൾ എന്താണ്? അത് ഫ്ലൈ ചെയ്യുന്ന. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ദേ ഹാവ് എ വിങ്സ്. അതിന് എന്താണ്? ബേർഡ്സിന് ചിറകുകളുണ്ട്. ദെൻ ലേ എഗ്സ്. പക്ഷികൾ എന്ത് ചെയ്യുന്നു? മുട്ട ഇടാനുണ്ട് അല്ലേ? അപ്പം ലേ എഗ്സ്. നെക്സ്റ്റ്, ദേ ഹാവ് എ ഷാർപ്പ് ബീക്ക്. അതിന് എന്തുണ്ട്? കൊക്കുണ്ട് അല്ലേ? യെസ്, ദീസ് ഓൾ ആർ ദ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ബേർഡ്സ്. ഓക്കെ, ഡു യു നോയിങ് വിച്ച് ഈസ് അവർ നാഷണൽ ബേർഡ്? യെസ്, peacock is our national bird. Which is our state bird? Yes, hornbill is our state bird. Hornbill is our state bird. Okay, okay students, in our we are observing so many different types of the birds, isn't it? Yes. Next we are see nest makers. ഗൂട് പക്ഷികൾ പറയുമ്പോൾ എന്താണ്? ഗൂട് നിർമ്മിക്കാനുണ്ടല്ലേ? അപ്പം നെസ്റ്റ് മേക്കേഴ്സ്. യു ആർ ഒബ്സർവ്. സീ ഹിയർ, വേർ ഡു ബേർഡ്സ് നെസ്റ്റ്? എവിടെയാണ് ബേർഡ്സുകൾ നെസ്റ്റ് ചെയ്യാനുണ്ട്, ഗൂട് ചെയ്യാനുണ്ട്? യെസ്, ഫസ്റ്റ് പോയിന്റ് ഈസ് ഇൻ ഹോൾസ് ഓൺ ട്രീ ട്രങ്ക്സ്. മരത്തിൻ്റെ ഗൂടിൽ, മരത്തിൻ്റെ ഹോളിൽ എന്ത് ചെയ്യുന്നു? ഗൂട് ഇടാനുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ഇൻ ദ ബുർണോസ് പറഞ്ഞെങ്കിൽ മണ്ണ് കൊണ്ടുവന്നിട്ട് മരത്തിൽ മണ്ണിൽ എന്ത് ചെയ്യുന്നു? ഗൂട് ചെയ്തിട്ട് ആടെ ഗൂട് നിർമ്മിക്കാനുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, വി ആർ സീ ഓൺ ദ ബ്രാഞ്ചസ് ഓഫ് ദി ട്രീസ്. എവിടാണ്? branches of the trees. Next, on the ground. ഗ്രൗണ്ടിൽ ഗൂട് നിർമ്മിക്കാനുണ്ട്. ദീസ് ഓൾ ആർ ദ ഏതേത് പ്ലേസിൽ പക്ഷികൾ ഗൂട് ചെയ്യുന്നതെന്ന് ഞങ്ങളിപ്പോൾ പഠിച്ചു. ഇൻ ദ ഹോൾസ് ഓൺ ദ ട്രീ ട്രങ്ക്സ്. സെക്കൻഡ് പോയിന്റ്, ഇൻ ദ ബുർണോസ്. ദെൻ ഓൺ ദ ബ്രാഞ്ചസ് ഓഫ് ദി trees, then on the ground. Okay,
വൈ ഡു ബേർഡ്സ് ബിൽഡ് ദ നെസ്റ്റ്? എന്തിനെ കൊണ്ട് ബേർഡ്സ് നെസ്റ്റ് ഗൂട് നിർമ്മിക്കാനുണ്ട്? എന്തിനെ കൊണ്ട്? വൈ? യെസ്, ഫസ്റ്റ് പോയിന്റ്, ടു ലേ എഗ്സ്. എന്ത് ചെയ്യുന്നു? മുട്ടയിടന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഗൂട് നിർമ്മിക്കാനുണ്ടല്ലോ. ടു ലേ എഗ്സ്. സെക്കൻഡ് പോയിന്റ്, ടു ബ്രിങ് യങ് വൺസ്. എന്താണ്? ചെറിയ കുഞ്ഞുങ്ങളെ വലുതാക്കന് എന്ത് വേണോ? ഗൂട് വേണമല്ലോ. സോ ടു ബ്രിങ് യങ് വൺസ്. ഓക്കെ. തേർഡ് പോയിന്റ്, ടു പ്രൊട്ടക്റ്റ്. എന്താണ്? ഞങ്ങൾക്ക് വീട് എന്തിനു വേണോ? പ്രൊട്ടക്റ്റ് ഉണ്ടാവാൻ എന്ത് വേണോ? വീട് വേണോ. അതേപോലെ പക്ഷികൾക്ക് എന്താണ്? ഗൂട് ഉണ്ടായെങ്കിൽ എന്താണ്? അതിനെ ഒന്ന് എനിമീസ് വരാത്ത പോലെ ചെയ്യുക. അപ്പം എന്താണ്? ടു പ്രൊട്ടക്റ്റിന് വേണ്ടിയിട്ട് ഇത്ര പോയിന്റ്സ്. ടു ലേ എഗ്സ്, ടു ബ്രിങ് യങ് വൺസ്, ടു പ്രൊട്ടക്റ്റ്. ഇതിനെല്ലാം എന്താണ്? ബേർഡ്സിനെ മസ്റ്റായിട്ട് ഗൂട് വേണം അല്ലേ? നിങ്ങൾക്ക് ഡു യു നോയിങ് സം ഒരു ബേർഡ്സ് നെസ്റ്റ് ചെയ്യാനില്ല. അത് ഏതാണ്? കുക്ക്. നിങ്ങൾക്കറിയാം അല്ലേ? അതെന്താണ്? ഗൂട് നിർമ്മിക്കാനില്ല. അതെന്ത് ചെയ്യുന്നു? ക്രോ ഉണ്ട്, കൂടിൽ പോയിട്ട് മുട്ട ഇടാനുണ്ട്. ഓക്കെ, understood? No? Next we are going to guesters. So we are seeing all seasons of birds. എല്ലാ സീസണിലും ഞങ്ങളെ ബേർഡിനെ കാണാം ഇല്ലല്ലോ? എല്ലാ സീസണിലും ഞങ്ങളെ ബേർഡിനെ കാണാൻ കിട്ടുക ഇല്ല. വൈ? ടെൽ മീ. യെസ്, സം സീസൺസ്, കുറേ സീസൺ, സമ്മർ സീസൺ, റൈനി സീസൺ ആകുമ്പോൾ എന്ത് ചെയ്യുന്നു? ദൂരത്ത് ഇങ്ങോട്ട് ബേർഡ്സ് വരുന്നതാണ്. അപ്പം ഡു യു നോയിങ് ഗോൾഡൻ ഓറിയോ? മഞ്ഞക്കിളിയാണ്. ഗോൾഡൻ ഓറിയോ, മഞ്ഞക്കിളി. ആ ബേർഡ് എന്ത് ചെയ്യുന്നു? ദൂരത്ത് ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പം അതിനെ സീസണിക്ക് വരുമ്പോൾ അതിനെ ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ അതെന്ത് ചെയ്യുന്നു? റിട്ടേൺ പോകുന്നത്. ഗോൾഡൻ ഓറിയോ മഞ്ഞക്കിളിയാണ്. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈസിൻ്റെ സി, ഇങ്ങനത്തെ പക്ഷികളെ എന്ത് പറയുന്നത്? മൈഗ്രേറ്ററി ബേർഡ്സ്. സി, some birds are come from far off the places in certain seasons. എന്താണ്? ദൂരത്ത് പ്ലേസിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ്. സോ they are known as a migratory birds. അതിനെ എന്ത് പറയുന്നത്? ദേശാടന പക്ഷികൾ എന്ന് പറയുന്നത്. ഓക്കെ, കുറേ ദൂരത്ത് ഇങ്ങോട്ട് വരുന്ന പക്ഷികളിനെ ദേശാടന പക്ഷികൾ എന്ന് പറയും. മൈഗ്രേറ്ററി ബേർഡ്സ്. ഓക്കെ, നെക്സ്റ്റ് വി ആർ സി ക്യാച്ച് ദ prey and travel. How to birds catch the prey or how to move? എങ്ങനെയാണ് പക്ഷികൾ മൂവ് ചെയ്യുന്നത്? പിന്നെ എങ്ങനെയാണ് ചെറിയ ജീവികളെ പിടിക്കുന്നത്? ഹൗ ടു? യെസ്, അതിനെ ഷാർപ്പായിണ്ട നൈൽസ്, പിന്നെ എന്താണ്? ലെഗ്സ്, പിന്നെ ഷാർപ്പായിൻ്റെ കൊക്ക്, ബീക്ക്. അത് ഉണ്ടായിക്കൊണ്ട് എന്താണ്? അതിനെ ഏതായെങ്കിലും ജീവികളെ പിടിക്കാൻ കഴിയുന്നത്. യു ആർ അണ്ടർസ്റ്റാൻഡ്? നോ? നെക്സ്റ്റ് വി ആർ സി ബേർഡ്സ് ആൻഡ് ദ എൻവയോൺമെൻറ്റൽ. ബേർഡ്സ് പിന്നെ എൻവയോൺമെൻറ്റൽ. ബേർഡ്സ് എങ്ങനെയാണ് എൻവയോൺമെൻറ്റൽക്ക്, പരിസരമൊക്കെ എങ്ങനെയാണ് യൂസ്ഫുൾ? So, first point we are see. What are the uses? Tell me. Yes. First is, here see, preying birds like a owl and eagles prevented the increase of the rats. Owl പിന്നെ eagles എന്ത് ചെയ്യുന്നു?
കുറേ റാറ്റ്സ് ഉണ്ടെങ്കിൽ എന്താണ് കുറേ ഡിസീസുകൾ വരുന്നല്ല. അപ്പം അതിനെ ആ പക്ഷികൾ എന്ത് ചെയ്യുന്നു, പ്രിവെൻറ്റ് ചെയ്യുന്നു. സെക്കൻഡ് പോയിന്റ്, ഹെൽപ്പ് ഇൻ സീഡ് ഡിസ്പെർസൽ. ബേർഡ്സുകൾ എന്ത് ചെയ്യുന്നു, ഒരു പ്ലേസിൽ നിന്ന് ഫോർ എക്സാമ്പിൾ ഫ്രൂട്ട്സ് എടുത്തുകൊണ്ട് വരുന്നത്. അപ്പം എന്താണ്, ആ സീഡ് എല്ലാ പ്ലേസിലും പോകുന്നു, ഡിസ്പെർസൽ ആണ്. തേർഡ് പോയിന്റ്, കൺട്രോൾ പെസ്റ്റ്സ്. പറഞ്ഞെങ്കിൽ കൃമി കീടങ്ങൾ ഉണ്ടാവുന്നല്ല, അപ്പം ബേർഡ്സ് അതിനെ തിന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് കൺട്രോളാണ്. നെക്സ്റ്റ്, ക്ലീൻ ദ സറൗണ്ടിങ്സ്. ബേർഡ്സിന് ഇങ്ങനെ വീട്ടിലുണ്ടാവല്ല, ഹെന്ന്, പിജിൻസ്, അങ്ങനെ കോക്ക്, അതെല്ലാം ഉണ്ടാവും. അതെന്ത് ചെയ്യുന്നു, ഞങ്ങളെ ചുറ്റുപാട് ഇൻ അവർ സറൗണ്ടിങ്സ് വെരി ക്ലീൻ ആയിട്ട് വെക്കുന്നു. ഓക്കെ, ദീസ് ഓൾ ആർ ദ യൂസസ് ഓഫ് ദി ബേർഡ്സ്. ഓക്കെ, നെക്സ്റ്റ് വി ആർ സീ. ഞങ്ങളെ ഇപ്പം നൗഡേയ്സ് വി ആർ സീയിങ് ഡിക്രീസ് ദ ബേർഡ്സ്. വൈ? എന്തിനെ കൊണ്ട് ഇപ്പം നൗഡേയ്സ് ബേർഡ്സിൻ്റെ സംഖ്യ ഡിക്രീസ് ആണ്. വൈ? എന്തിനെ കൊണ്ട്? വൈ? യെസ്, എന്തിനെ കൊണ്ട്? നിങ്ങൾ പണ്ടത്തെ ഓൾഡ് ടൈമിൽ കണ്ട ബേർഡ്സ് ഇപ്പം കാണാൻ കിട്ടുക ഇല്ല. നോ. വൈ? യെസ്, ഹിയർ സി എക്സ്ക്ലൂസീവ് യൂസ് ഓഫ് ദ പെസ്റ്റിസൈഡ്സ്. ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഞങ്ങളെ ഫ്രൂട്ട്സ്ക്ക് വെജിറ്റബിൾസ്ക്ക് എന്ത് ചെയ്യുന്നു, കെമിക്കൽ ഇടുന്നു. അപ്പം ആ ബേർഡ്സ് അതിനെ എന്താണ് തിന്നിട്ട് അതിനെ സംഖ്യ കുറവാൻ ചാൻസസ് ഉണ്ട്. വാട്ട് ഇസ് ദീസ്? എക്സ്ക്ലൂസീവ് യൂസ് ഓഫ് ദി പെസ്റ്റിസൈഡ്. സെക്കൻഡ് പോയിന്റ്, ഇൻക്രീസ്ഡ് എയർ പൊല്യൂഷൻ. എന്താണ്? എയർ പൊല്യൂഷന് കൂടുതലാവുന്ന കൊണ്ട് ബേർഡ്സുകളെ സംഖ്യ കുറവാണ്. ഹൗ? നൗഡേയ്സ് വി ആർ ഓൾ ആർ കട്ടിങ് ദ ട്രീസ്. ദ ടൈം പക്ഷികൾ കുറവാവാൻ ചാൻസസ് ഉണ്ട്. സോ തേർഡ് പോയിന്റ്, ഹണ്ടിങ്. ഹണ്ടിങ് പറഞ്ഞെങ്കിൽ എന്താണ്, ഹ്യൂമൻ ബീയിങ്സ് എന്ത് ചെയ്യുന്നു, ഹണ്ടിങ് ചെയ്യുന്നു. എന്തിനാ വേണ്ടിയിട്ട്? മാംസക്ക് വേണ്ടിയിട്ട് ബേർഡ്സിനെ ഹണ്ടിങ് ചെയ്യുന്നു. അപ്പം ബേർഡ്സിൻ്റെ സംഖ്യ നമ്പേഴ്സ് ഡിക്രീസ് ആണ്. ഓക്കെ, next we are see birds we rear. So why do we rear birds in our homes? എന്തിനെ കൊണ്ട് ഞങ്ങളെ ബേർഡ്സിനെ വീട്ടിൽ എന്ത് ചെയ്യുന്നു, റെയർ ചെയ്യുന്നു? വൈ? ടെൽ മീ. ഇൻ യുവർ ഹോം സോ മെനി ബേർഡ്സ് യു ആർ have in your home, no? So എന്തിനെ കൊണ്ടു ഞങ്ങളെ വീട്ടിൽ ബേർഡ്സിനെ റെയർ ചെയ്യുന്നു? യെസ്, ഹിയർ സീ വാട്ട് ഫോർ ഫാൻസിന് വേണ്ടിയിട്ട്, എന്താണ്, സ്റ്റൈലിക്ക് വേണ്ടിയിട്ട് വീട്ടിൽ ബേർഡ്സിനെ ഇടാനുണ്ട്. സെക്കൻഡ് പോയിന്റ്, വാട്ട് ഫോർ എഗ്സ്. മുട്ടന് വേണ്ടിയിട്ട് ഞങ്ങൾ ബേർഡ്സിനെ റെയർ ചെയ്യുന്നു. ഞങ്ങൾ വീട്ടിൽ ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ ഹെൻ, ഡക്ക്, ഇതെല്ലാം എന്താണ്, എഗ്ഗ് ഇടുന്ന പക്ഷികളാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഫോർ എഗ്സ്. നെക്സ്റ്റ് ഫോർ ഫ്ലഷ്, മാംസക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഹെൻ, ഡക്ക്, ദിസ് ഓൾ ആർ വി are using flesh. Next, what? To feed remaining food. എന്ത് ചെയ്യുന്നു? റിമൈനിങ് ഫുഡ് ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ബേർഡ്സ്ക്ക് കൊടുക്കും അല്ല. അപ്പം എന്താണ്, അങ്ങനെ വേണ്ടിയിട്ട് ഞങ്ങൾ ബേർഡ്സിനെ വീട്ടിൽ റെയർ ചെയ്യാനുണ്ട്. ദീസ് ഓൾ ആർ ദ ബേർഡ്സിനെ എന്തിനെ കൊണ്ട് ഞങ്ങൾ വീട്ടിൽ റെയർ ചെയ്യുന്നു? ഇതാണ് പോയിന്റ്സ്. ഓക്കെ, സോ ദിസ് ചാപ്റ്റർ ഈസ്
സ്മോൾ ചാപ്റ്റർ. സോ ബേർഡ്സ് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആണ് അല്ലേ? എന്തെക്കൊണ്ട്? അതിനെ സൗണ്ട്സ്, പിന്നെ കളേഴ്സ്, പിന്നെ ഞങ്ങളെ ചുറ്റുപാട് ക്ലീൻ ചെയ്യുന്ന. അപ്പം എന്താണ്? ബേർഡ്സിനെ ഞങ്ങളെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു സ്റ്റുഡൻസ്. Chapter is over. This is a small chapter. Okay.